അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 സങ്കീർത്തനം 3 വാക്യം നമുക്ക് വായിക്കാം. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് 1 സങ്കീർത്തനം 2 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യുന്ന ഒരാൾക്ക് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുവാനോ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുവാനോ കഴിയുകയില്ല. വിജയം ആഗ്രഹിക്കാത്തവർ കുറവാണ്. എന്നാൽ ജയിക്കുവാനുള്ള ഏക മാർഗം ദൈവവചനം വായിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ്. അങ്ങയുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ് എന്ന ഒരു വ്യക്തിയുടെ ചോദ്യത്തിന് ജോൺ വാനാമേക്കർ എന്ന അമേരിക്കൻ കോടീശ്വരൻ പറഞ്ഞ മറുപടി, എൻ്റെ ബാല്യത്തിൽ സൺഡേ സ്കൂൾ പഠിച്ചിരുന്നപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറിൽ നിന്നും മേടിച്ച ഒരു ബൈബിളിൻ്റെ വിലയായി $2.75 എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. ആ ബൈബിൾ ജോൺ വാനാമേക്കറെ ഒരു ദൈവ മനുഷ്യനാക്കി തീർത്തു. കോടീശ്വരനായി തീർന്ന ജോൺ വാനാമേക്കർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് കണ്ട തൻ്റെ കോടീശ്വരന്മാരായ സ്നേഹിതന്മാർ ഒരിക്കൽ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു എന്നതിനാൽ കുറച്ച് കണ്ടു. മറ്റു വല്ലവരും ഈ പണി ചെയ്യുമല്ലോ, നീ എന്തിനാണ് ഈ പണി ചെയ്യുന്നത് എന്നാണ് തൻ്റെ കോടീശ്വരന്മാരായ സ്നേഹിതന്മാർ ചോദിച്ചത്. ജോൺ വാനാമേക്കർ അതിന് പറഞ്ഞ മറുപടി, എന്നെ ഞാനാക്കി തീർത്തത് ഈ സൺഡേ സ്കൂളും ഇവിടെ പഠിപ്പിക്കുന്ന ദൈവവചനവും ആണെന്നാണ്. താൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവനും യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവനുമായിരുന്നു. ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർക്ക് ദുഷ്ടന്മാരുടെ ആലോചന വെറുപ്പായിരിക്കും. കാരണം അവർക്ക് യഹോവ വലിയ ആലോചനക്കാരനാണ്. ദൈവത്തിൻ്റെ ആലോചന പോലെ മാത്രം മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണവർ. അവർക്ക് പാപികളുടെ വഴി കാണുമ്പോൾ തന്നെ അറപ്പായിരിക്കും. കാരണം ആ വഴി അന്ധകാര നിബിഡമാണ്. ആ വഴിയിൽ കൂടി നടക്കുന്നവരുടെ വാക്കുകളും പ്രവൃത്തികളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ ദൈവകുഞ്ഞുങ്ങൾക്ക് വേഗം മനസ്സിലാകും. ആ വഴി അവർ വിട്ട് ഓടിപ്പോകും. അവർക്ക് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുവാൻ കഴിയുകയില്ല. കാരണം അവർ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാധാനം അനുഭവിച്ചിട്ടുള്ളവരാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ അവർക്ക് ജീവജലം ധാരാളം ലഭിക്കുന്നത് മൂലം വെള്ളം നിൽക്കാത്ത പൊട്ട മരവിയെ അല്ല അവർ ആശ്രയിക്കുന്നത്, പിന്നെയോ ജീവൻ്റെ ഉറവയായ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവാണ് അവരുടെ ആശ്രയം. ആറ്റരികത്ത് നട്ടിട്ടുള്ള വൃക്ഷത്തിന് പ്രതികൂലങ്ങളുണ്ടാകും. കാറ്റ് വീശുമ്പോൾ കാട്ടിലെ വൃക്ഷങ്ങൾക്കുള്ള സംരക്ഷണം അതിനുണ്ടാവുകയില്ല. എന്നാൽ ചെറിയ തൈവൃക്ഷമായിരിക്കുമ്പോൾ തന്നെ 4 ഭാഗത്തു നിന്നും വരുന്ന കാറ്റുകൾ കൊണ്ട് അത് നിവർന്നു നിൽക്കുവാൻ പഠിച്ചിരിക്കും. അതിനെ ദൈവം പഠിപ്പിക്കും. ഓരോ കാറ്റും അതിന്മേലടിക്കുമ്പോൾ ദൈവഭയമുള്ള വ്യക്തിയാകയാൽ വളഞ്ഞു കൊടുക്കുമ്പോൾ താഴ്ന്നു കൊടുക്കുന്നതിനാൽ പ്രതികൂല കാറ്റിന് അതിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. തന്നെയുമല്ല 1 സങ്കീർത്തനം 6 വാക്യത്തിൽ NIV ഇംഗ്ലീഷ് വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ്റെ പാതയിൽ ദൈവം സംരക്ഷണം ഒരുക്കിയിരിക്കുന്നു. ഗോഡ് വാച്ചസ് ഓവർ ദ വേ ഓഫ് റൈച്ചസ് എന്നാണ് 1 സങ്കീർത്തനം 6 വാക്യം ഇംഗ്ലീഷ് NIV വേർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ നമുക്ക് സന്തോഷിക്കാം. യഹോവയുടെ ന്യായപ്രമാണം ധ്യാനിക്കുന്നവരായി ജീവിക്കാം. കാരണം അത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിലേക്ക് നമ്മെ അടുപ്പിക്കും. നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാകിയാൽ തെറ്റിപ്പോകുന്നുവെന്ന് മത്തായി എഴുതിയ സുവിശേഷം 22 29 വാക്യത്തിലും അവർ വചനം അനുസരിക്കാകിയാൽ ഇടറിപ്പോകുന്നുവെന്ന് 1 പത്രോസ് 2 8 വാക്യത്തിലും അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 8 9 വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നാമും ദൈവവചനം വായിക്കുകയും അനുസരിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകുവാൻ ഇടയുണ്ടെന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു യാഥാർത്ഥ്യം,
നാം വചനം അനുസരിച്ചാൽ ദൈവം നമ്മെ ആദരിക്കും എന്നാണ്. ആകയാൽ ഈ നല്ല ദിവസം നമുക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് ജ്യോതിഷികളെപ്പോലെ ഈ ഭൂമിയിൽ തിളങ്ങുവാനും മരണശേഷം നിത്യജീവനാവകാശികളായി തീരുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.